പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. മോശെ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായി യിത്രോവിന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന് നടുവിൽ നിന്ന അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശെ ദൈവത്തിന്റെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലത് വിശാലവുമായ ദേശത്ത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശെ ദൈവത്തോട്, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തിന്റെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കിൽ പിന്നെ ഫറവോൻ യോസേഫിനോട് പറഞ്ഞത്, എന്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്തു നിന്നു. അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എത്രയും വിരൂപമായുമുള്ള വേറെ 7 പശു കയറി വന്നു. അത്ര വിരൂപമായവയെ ഞാൻ മിസ്രയീം ദേശത്ത് എങ്ങും കണ്ടിട്ടില്ല. എന്നാൽ മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പിലത്തെ 7 പശുക്കളെ തിന്നുകളഞ്ഞു. ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റിൽ ചെന്ന് എന്ന് അറിവാനായില്ലായിരുന്നു. അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമായുള്ളവയായിരുന്നു. അപ്പോൾ ഞാൻ ഉണർന്നു. പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത്, നിറഞ്ഞതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത കതിരുകൾ 7 നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു, എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ യോസേഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്നു തന്നെ. ഞാൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശുക്കൾ 7 സംവത്സരം നല്ല കതിരും 7 സംവത്സരം സ്വപ്നം ഒന്നു തന്നെ. അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമായുമുള്ള 7 പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞും പതിരായുള്ള 7 കതിരും 7 സംവത്സരം. അവ ക്ഷാമമുള്ള 7 സംവത്സരമാകുന്നു. ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് ഫറവോനെ കാണിച്ചു തന്നിരിക്കുന്നു. അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത്. മിസ്രയീം ദേശത്ത് ഒക്കെയും ബഹു സുഭിക്ഷമായ 7 സംവത്സരം വരും. അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള 7 സംവത്സരം വരും. അപ്പോൾ മിസ്രയീം ദേശത്ത് ആ സുഭിക്ഷതയൊക്കെയും മറന്നിരിക്കും. ക്ഷാമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും. പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായി പോകും. ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന് മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കൊണ്ടുമാകുന്നു. ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള 7 സംവത്സരത്തിൽ മിസ്രയീം ദേശത്തിലെ വിളവിൽ 5 വാങ്ങണം. ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോന്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം. ആ ധാന്യം മിസ്രയീം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള 7 സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കുകയില്ല. ഈ വാക്ക് ഫറവോനും അവന്റെ സകല
ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ചു നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി